പേര് ദാമോദരൻ. റെയിൽവേയിലായിരുന്നു സർവീസ്. 20 കൊല്ലം കൊണ്ട് വിരമിച്ചു. പക്ഷേ എനിക്ക് പണ്ടത്തെ പഴമയോടും പണ്ടത്തെ കൂലിപ്പണിയോടും ആണ് ഇഷ്ടമുണ്ടായിരുന്നത്. അത് റെയിൽവേ പിരിഞ്ഞു വന്നപ്പോൾ VRS കൊടുത്തിട്ടാണ് പിരിഞ്ഞത്. 20 കൊല്ലം സർവീസിന് ശേഷം ഞാൻ VRS കൊടുത്തു. അതിനുശേഷം എനിക്ക് പഴയ അതായത് കൃഷി, മറ്റേ ഉഴുവൽ, വെള്ളം തേവൽ ഇതിനോടായിരുന്നു വലിയ ഇഷ്ടം. അതുകൊണ്ട് അത് ഞാൻ ആവർത്തിച്ചു. ഇപ്പോൾ ഏത് എഴുതുമ്പോഴും ഞാൻ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് തൂമ്പാങ്ങാണ്. അതിലും എൻ്റേത് എല്ലാം പഴയ സംഗതികളാണ്. എനിക്കതിനോട് വലിയ പ്രതിപത്തിയാണ്. പിന്നെ ഇതുപോലെ ഒരു ട്രെയിൻ ഉണ്ടാക്കാനും ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ അമ്മയാണ് എന്നെ വളർത്തിയെടുത്തത്. ഉദ്യോഗസ്ഥനാക്കിയതും അമ്മയാണ്. അമ്മയുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോച്ച് ഉണ്ടാക്കിയത്. അതിൻ്റെ പേര് ആച്ചാ കോച്ചാണ്. ഇത് റെയിൽവേ സ്റ്റേഷനായിട്ട്, അത് TD സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. പിന്നെ അതിനുശേഷം ഞാൻ മതിലുണ്ടാക്കുമ്പോഴും അത് ഒരു കോച്ച് മാത്രം പോരാ, ഒരു എൻജിൻ കൂടി വേണം എന്ന നിഗമനത്തിലാണ് ഞാൻ എൻജിൻ കൂടി ഉണ്ടാക്കിയത്. അത് പരശുരാമ എക്സ്പ്രസ് ആ പരശുരാമ എക്സ്പ്രസ് ഉണ്ടാക്കാൻ കാരണം ഞാൻ മംഗളൂർ ഡ്യൂട്ടിയിൽ പിന്നെ സർവീസ് ചെയ്യുമ്പോൾ ഒരു ദിവസം ചെറുവത്തൂർ ഡീറെയിലായി. ഡീറെയിൽ എന്ന് പറഞ്ഞാൽ റെയിൽ തെറ്റുക. അത് ഉടനെ എന്നെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് പറഞ്ഞാൽ ഒരു പണിഷ്മെൻ്റ് അല്ല. അതായത് എൻ്റെ കുറ്റം കൊണ്ടല്ല ഫോൾട്ട് ഉണ്ടായത്. അത് എൻജിനീയറിംഗ് സെക്ഷൻ, അതായത് ട്രാക്ക് ഇട്ടവരെ ഫോൾട്ടാണ്. അത് സസ്പെൻഡ് ചെയ്തു. അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പരശുരാമ എക്സ്പ്രസ് തന്നെ തിരഞ്ഞെടുത്തത്. മേഡം വന്നിട്ടില്ലേ? പണ്ട് 75 വർഷം മുമ്പ് ദാമോദരന്റെ കുട്ടിക്കാലത്ത് ചാലിങ്കാൽ പ്രദേശം ഇന്നു കാണുന്ന മട്ടിലായിരുന്നില്ല. ഒഴിഞ്ഞുകിടന്നിരുന്ന ആൾപ്പാർപ്പില്ലാത്ത പുരമേയുന്ന പുല്ല് മാത്രം സമൃദ്ധമായി വളരുന്നിടം. പുല്ലൂരിൽ നിന്നും കോരന്തമ്പ്യാരുടെ കെട്ടിനുള്ളിൽ പാട്ടത്തിന് കുടിൽ കെട്ടി താമസം വരുമ്പോൾ 1 കിലോമീറ്റർ ചുറ്റളവിൽ വേറെ വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ച സമയത്ത് ദാഹജലത്തിനും ഇരുട്ടുമ്പോൾ ചൂട്ടിനും വഴിപോക്കർ ആശ്രയം ആച്ചയുടെ വീട് മാത്രമായിരുന്നു. ഏകദേശം 3 മാസത്തോളം മുളി വലിക്കുന്നവർ, തലച്ചുമടായി മീൻ വിൽക്കാൻ വേണ്ടി പെരിയ, കല്ലോട്ട്, ബേടകം എന്നീ സ്ഥലങ്ങളിലേക്ക് നെട്ടോട്ടം ഓടുന്ന മീൻ വിൽപ്പനക്കാർ, കായക്കുളം, മൺചട്ടി, തലച്ചുമടായി പുതിയ കോട്ട ചന്തയിലേക്ക് വിൽപ്പനക്കായി കൊണ്ടുപോകുന്നവർ, ദിവസവും വിറകുകെട്ട് തലച്ചുമടായി എടുത്ത് വെള്ളിക്കൊത്ത് മീൻ മാർക്കറ്റിൽ വിൽക്കുന്നവർ, ചിത്താരി ഭാഗത്ത് നിന്ന് ചപ്പില വാരാൻ ഡോക്ടർ സബിത പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ദാമോദരന്റെ ഓർമ്മയിലെ സംഭാര സംരംഭമാണ്. ഈ സംരംഭത്തിന് 10,000 രൂപ ആച്ചമ്മയുടെ അനുജത്തി ചോദിച്ചിയമ്മ വകയാണെന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. ഏതിലും ഒരു വ്യത്യസ്തനായ ദാമോദരൻ കുടിവെള്ള ഉദ്ഘാടന കർമ്മവും ഒരു നാടകം പോലെ അവതരിപ്പിക്കാനാണ് ഇവിടെ. ഈ നാടകത്തിലെ അഭിനേതാക്കൾ ശ്രീമതി ഡോക്ടർ സബിത, ശ്രീ ദാമോദരൻ, ശ്രീമതി VV കല്യാണി, K നാരായണി കാലിച്ചാൻമരം, KP മാധവി, KP യശോദ, നാരായണി സുശീല ഗോപാലൻ നഗർ, രോഹിണി. തല പൊട്ടുന്നു. ഞാൻ നെടോട്ട് പറയാൻ അറിയില്ലേ? അത് പെരിയല് ആടന്നേ കെട്ടുകൊടുത്തിട്ട് വരുന്നതാണ് ഞാൻ. ബൈക്ക് മൂത്രം മുട്ടിയിട്ട് വയ്ക്കാൻ പറ്റുന്നില്ല. ഇതുപോലത്തെ ചുവട് താങ്ങിയില്ല. അത് നടന്ന് പിന്നെ കൈകാല് തച്ചിട്ട് കുഴഞ്ഞിട്ട് നടക്കാൻ പറ്റുന്നില്ല. താഴ്ചിട്ട് തീരെ രക്ഷയില്ല. ഇപ്പൊ ഒരു സമാധാനമായി. ഇപ്പൊ മോളെ ഇതൊന്ന് നോക്കണേ, ഞാൻ ഇപ്പൊ വരാം, മൂത്രം വെച്ചിട്ട് വരാം. ഇന്നും കുറേ പോകാൻ ചിറ്റേക്ക് പോകണം. അതുകൊണ്ട് ഞാൻ ഒന്ന് ആരെങ്കിലും വേറൊരു അടുത്ത ആളുണ്ടായിരുന്നു. 2-3 ആൾ വരാൻ.
സമയം നമ്മൾ പറഞ്ഞതിലും അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ അതുപോലെ തന്നെ വേറിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനുമാണ്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് ഈ ഒരു സമ്പ്രദായം അന്യമായിരിക്കും. കാരണം പഴയ കാലത്ത് മുളി പൊതക്കല്, പുല്ല് പൊതച്ച വീട്, അതൊക്കെ പഴയ ഗ്രാമീണ ചിഹ്നങ്ങളാണ്. അപ്പൊ ആ കാലത്തെ ജീവിതന്മയെ പുനരാവിഷ്കരിക്കാനുള്ള ഒരു ശ്രമമാണ് ദാമോദരൻ ഇവിടെ നിർവഹിച്ചത്. നടന്നു പോകുന്ന മനുഷ്യർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുന്ന ഒരു സമ്പ്രദായം പുതിയ കാലത്ത് എവിടെയെങ്കിലും ഈ അർത്ഥത്തിൽ ഉണ്ടോ എന്നെനിക്കറിയില്ല. നൽകാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സൗജന്യമായി എന്തെങ്കിലും നൽകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ചില ലാഭേച്ഛകൾ ഉണ്ടാവും. പക്ഷെ ഇവിടെ പഴയ കാലത്ത് ദാമോദരന്റെ അമ്മയൊക്കെ ജീവിച്ചിരുന്ന ആ പഴയ നാട്ടുനന്മകൾ ഈ നമ്മുടെ ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ദാഹിച്ച് വിയർത്ത് വരുന്ന വഴിയാത്രക്കാർക്ക് അല്ലെങ്കിൽ ജോലിക്കാർക്ക് നാടൻ പണിക്കാർക്ക് സൗജന്യ മാക്കിയിലും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സമ്പ്രദായം. ഇതിനടുത്തുള്ള കൊന്നത്തെ വീട്ടുകാർ സ്ഥിരമായിട്ട് ഈ വേനൽക്കാലത്ത് മുളി കൊണ്ടുപോകുന്ന പെണ്ണുങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുമായിരുന്നു. പഴയ കുട്ടിക്കാലത്ത് അവരെ സഹായിക്കാൻ വേണ്ടി എന്റെ സുഹൃത്തിനോടൊപ്പം ഞാനും അവിടെ ഇരുന്നതിന്റെ ഒരു ഓർമ്മ എനിക്കിപ്പോഴുണ്ട്. വ്യാവസായികമായി അല്ലെങ്കിൽ നമ്മൾ സാങ്കേതിക അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എല്ലാവരും ഉത്കണ്ഠപ്പെടുന്ന ഒരു കാലത്ത് ദാമോദരേട്ടൻ പഴയ അമ്മയുടെ ഓർമ്മകളിലേക്ക് ഒരു ചാൽ വെട്ടിയിരിക്കുകയാണ്. ഇത് സ്ഥിരമായി ഇവിടെ വെള്ളം കൊടുക്കാനുള്ള ഒരു ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ദാമോദരേട്ടൻ പറഞ്ഞത്. റെയിൽവേ സെന്ററിലേക്ക് യാത്രക്കാരായ എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് മംഗളൂരു സെന്ററിൽ നിന്നും കന്യാകുമാരി വരെ പോകുന്ന ട്രെയിൻ നമ്പർ 16 പ്ലീസ്. ട്രെയിൻ നമ്പർ 1669 Mangalore Central to Kanyakumari Parasuram Express is standing on platform number 1 at 6 hours and 10 minutes. The train will continue its journey. यात्रियों कृपया ध्यान दीजिए. मैंगलोर सेंट्रल से कन्याकुमारी जाने वाली 1664 9 नंबर परशुराम एक्सप्रेस 1 नंबर प्लेटफॉर्म में खड़ी है. थोड़ी ही देर में 6:10 पर इसकी यात्रा जारी रहेगी. അപ്പോൾ ആ പിറന്നാൾ മധുരം കൂടി കഴിച്ചതിന് ശേഷം എല്ലാവരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുക. നന്ദി.
വളരെ കഷ്ടപ്പെട്ടു വന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എത്താൻ പറ്റിയില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സബിത എല്ലാ പ്രധാന കടപ്പാടുകളും വിട്ട് ഇവിടെ നമ്മുടെ ഈ ഇതിന് സന്നിഹിതരായതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. രണ്ടാമത് DSP മധുസൂദനൻ സാർ, അയാളുടെ കർത്തവ്യം, അതായത് ഇന്നത്തെ വോട്ടർ ലിസ്റ്റിൻ്റെ എന്തോ ആണ് ക്ലാസ് എടുക്കേണ്ടതാണ്, അത് മാറ്റിവെച്ചിട്ട് ദാമോദരൻ്റെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്നതിന് അയാൾക്ക് മധുസൂദനൻ സാർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ 15-ാം നമ്പർ വാർഡ് മെമ്പർ ലീല അവർക്കൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഇതിന് സഹകരിച്ച, പായസമുണ്ടാക്കാൻ സഹകരിച്ച അശോകൻ, മധു, ഇവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടാതെ NS സൗണ്ട് ഇതിൻ്റെ മുതലാളി മണിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ എല്ലാമായി എന്നെ മേക്കപ്പ് ചെയ്ത ജനാർദ്ദനൻ ചാലിങ്കാലിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.